നമസ്കാരം. എക്സ്പ്രസ് ന്യൂസിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നിരവധി വ്യത്യസ്തമാർന്ന വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വ്യത്യസ്തമാർന്ന ഒരു മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് ഞങ്ങളിന്ന് നിങ്ങളിലെത്തിക്കുന്നത്. വെളുന്നള്ളൂർ സ്വദേശിയായ ജലീൽ. ഒട്ടുമിക്ക ആൾക്കാർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ അറിയാനിടയായപ്പോൾ അത് ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത നിങ്ങളിൽ എത്തിക്കുന്നത്. ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത ജലീൽ 14 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം വന്നു വീഴുന്നത്. ആ ദുരന്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും കാഴ്ച നഷ്ടപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ അദ്ദേഹം തൻ്റെ മക്കളെ, തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കാഴ്ച. അന്ധനായ ഒരു കർഷകനാണ് ജലീൽ. ആ കർഷകൻ്റെ വാർത്തയാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലെത്തിക്കുന്നത്. കാണാം നമുക്ക് അതിൻ്റെ വിശദമായ റിപ്പോർട്ട്. തൻ്റെ അന്ധതയെ അവഗണിച്ച് കൃഷിയിടത്തിൽ 100 മേനി വിളയിച്ച് അന്ധ കർഷകൻ മറ്റാരുടെയും സഹായമില്ലാതെയാണ് സ്വയം കൃഷിയിടത്തിൽ ഇദ്ദേഹം കൃഷി ഇറക്കുന്നത്. കൊല്ലം ജില്ലയിൽ വെളിനല്ലൂർ പഞ്ചായത്തിൽ കോട്ടയ്ക്കവിള കാരയ്ക്കൽ കോളനിയിൽ അനസ് മനസ്സിലിൽ 52 വയസ്സുള്ള ജലീൽ എന്ന കർഷകനാണ് കൃഷിയിൽ 100 മേനി വിളയിക്കുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കൃഷിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജലീൽ പ്രദേശവാസികളുടെ പുരയിടങ്ങളിൽ കൂലിവേല ചെയ്തും കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്തും കൃഷി ചെയ്തിരുന്നു. കൂടാതെ പാറക്കോറിയിലും ഇദ്ദേഹം ജോലിക്ക് പോകുമായിരുന്നു. 14 വർഷം മുൻപ് കോറിയിലെ ജോലിക്കിടയിൽ പാറച്ചീളുകൾ കണ്ണിൽ പതിച്ച് ജലീലിൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയായിരുന്നു. കുടുംബിനിയായ ഭാര്യയെയും പറക്കമുറ്റാത്ത 2 മക്കളെയും എങ്ങനെ സംരക്ഷിക്കുമെന്നറിയാതെ മനോവ്യതയിൽ കഴിയുന്നതിനിടയിലാണ് കാരാളികോണം മുസ്ലിം ജമാഅത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കാരയ്ക്കൽ ഏലായിലെ കൃഷിയിടം ജലീലിന് സൗജന്യമായി കൃഷി ചെയ്യുന്നതിനായി നൽകിയത്. തുടർന്ന് കഴിഞ്ഞ 5 വർഷമായി ഈ നിലത്തിൽ വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, വിവിധയിനം പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുകയും വിജയഗാഥ രചിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചായിരുന്നു പിന്നീട് കുടുംബത്തെ പോറ്റിയിരുന്നത്. കൂട്ടത്തിൽ മൂത്ത മകനെ വെൽഡിംഗ് പഠിപ്പിച്ച് ഇപ്പോൾ ചെറിയ രീതിയിൽ വെൽഡിംഗ് ജോലികൾ ചെയ്തു വരുന്നു. ഇളയ മകൾ +2 വിദ്യാർത്ഥിനിയാണ്. കൃഷിയെ നശിപ്പിക്കുന്ന ചെറുകീടങ്ങളെപ്പോലും ഉൾക്കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് അവയെ പ്രതിരോധിക്കുന്ന അപൂർവ വൈദഗ്ധ്യവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്ററോളം ദൂരം റബ്ബർ തോട്ടത്തിലെ കാട്ടുപാതയിലൂടെ കാൽനടയായാണ് ഇദ്ദേഹം തൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. കൂടാതെ പലപ്പോഴും കൃഷിക്കാവശ്യമായ വളങ്ങളും വിത്തുകളും ഇദ്ദേഹം തലച്ചുമടായാണ് ഈ കാട്ടുപാതയിലൂടെ കൊണ്ടെത്തിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കഠിനാധ്വാനവും പുതിയ തലമുറ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇന്ന് നേരിടുന്ന കൃഷിയിടങ്ങളിലെ പ്രധാന വെല്ലുവിളി കാട്ടുപന്നികളുടെ ശല്യമാണ്. പന്നികൾ പയർവർഗ്ഗങ്ങൾ, ഇഞ്ചി ഉൾപ്പെടെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ദിനം പ്രതി നശിപ്പിക്കുന്നു. ഇത്തരം കൃഷികൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. കപ്പ, ഇഞ്ചി തുടങ്ങിയ കൃഷികളിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുമായിരുന്നു. തുടർന്ന് ലാഭകരമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യുമെന്ന ആശങ്കയിലാണ് ജലീൽ. അന്ധതയെ അവഗണിച്ചുകൊണ്ട് കൃഷിയിടങ്ങളിൽ 100 മേനി വിളയിക്കുന്ന ഈ കർഷകനെ ആദരിക്കുന്നതിനോ വെളിനല്ലൂർ കൃഷിഭവൻ മുൻകൈയെടുത്ത് സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ അംഗീകാരം നേടിക്കൊടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന നിരാശയുമുണ്ട് ഇദ്ദേഹത്തിന്. കൂടാതെ അന്ധനായ ഇദ്ദേഹം അകക്കണ്ണുകൊണ്ട് കണ്ടു ചെയ്യുന്ന കൃഷി വൈദഗ്ധ്യം കാണാൻ നിരവധി സന്ദർശകർ എത്താറുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നാണ് ജലീൽ പറയുന്നത്. വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ കൃഷിഭവൻ തന്നെ നമ്മളോട് വിവേചനമായ രീതിയിലാണ്. അവർ ഈ കാരയ്ക്ക മേഖലയിൽ കൃഷിനാശം സംഭവിച്ചാൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക അറിയുക പോലും ചെയ്യും. ഇവർ നമ്മളെ വെളിനല്ലൂർ പഞ്ചായത്തിലെ കൃഷിഭവൻ കഴിവുള്ളവരായിരുന്നുവെങ്കിൽ എനിക്ക് ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് ദേശീയ അവാർഡ് വരെ മേടിച്ചു തരാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നെപ്പോലെ ഒരു കാഴ്ചയില്ലാത്ത ഒരു ഇന്ത്യ രാജ്യത്തോ ഈ കേരള സംസ്ഥാനത്തിലോ ഇന്ത്യ രാജ്യത്തോ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ആരുടെയും സഹായവും
ആരും കൈത്താങ്ങുമില്ലാതെ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നിട്ട് നമുക്കത് പാടും. നമ്മുടെ പ്രദേശത്ത് നമ്മളാണ്ട് പ്രദേശവാസിയായ മന്ത്രി, ക്ഷീരവികസന മന്ത്രി, MLA, നമ്മുടെ MLA ഇങ്ങനൊരു കർഷകൻ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഒരു അഭിനന്ദന വാക്ക് പോലും അവരിൽ നിന്നുണ്ടാകട്ടെ. ഞാനും നല്ലത് കഴിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും കൂടെ. മന്ത്രി VV പ്രസാദ് നമ്മളെ പറയണ സന്ദർഭത്തിൽ കൃഷിഭൂമി സന്ദർശിക്കുമെന്ന് പറഞ്ഞു. എവിടെ സന്ദർശിച്ച് ഈ നമുക്ക് പ്രയോജനകരമായ രീതിയിൽ നമ്മളെ സഹായിക്കുക. ഇവരിങ്ങനെ എല്ലാവരും വന്ന് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞ് അങ്ങ് പോവുക. ചാനലുകാരെല്ലാം ചോദിച്ചു പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരങ്ങ് പോവുക. വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് എനിക്ക് ഓരോ പ്രാവശ്യം ഒരു ആദ്യത്തെ വർഷം അവരുടെ ഒരു അംഗീകാരമായി എനിക്ക് പിന്നെ അവരുടെ ഒരു ട്രോഫി അംഗീകാരമായി അവരെനിക്ക് തന്നു. ഇത് തന്നെ വെളുന്നല്ലൂർ പഞ്ചായത്തുകാർ 2 തവണ സബ്സിഡിയും തന്നു, 2 വർഷം. ഇതൊക്കെയാണ് ഇവര് നമ്മളോട് ചെയ്യുന്നത്. ഞാൻ ആരുടെയും സബ്സിഡിയോ മറ്റുള്ള കാര്യങ്ങളോ പ്രതീക്ഷിച്ചല്ല എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് തപ്പിയാലും തടഞ്ഞാലും ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അപ്പം എനിക്ക് കൃഷി ചെയ്യാൻ യാതൊരു മടുപ്പുമില്ല. ഇനിയും സ്ഥലം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യും. സ്ഥലമില്ല, ആഴ്ചയിൽ ഒരു ദിവസം കൃഷി ചെയ്യാൻ പോലുമുള്ള സ്ഥലമില്ല. ഒരത്താണിയുമില്ലാതെ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന് പുനർജീവനുള്ള വഴികാട്ടിയായത് കാരാളികോണം മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളും സുഹൃത്തുക്കളുമാണെന്നും ജലീൽ സാക്ഷ്യപ്പെടുത്തുന്നു. കണ്ണുകൾക്ക് ഇരുട്ട് ബാധിച്ചു എങ്കിലും തൻ്റെ ജീവിതം, തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള ജീവിതം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ഈ മനുഷ്യൻ്റെ വാർത്തയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. വീണ്ടും കൂടുതൽ വാർത്താവിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴേ എല്ലാവർക്കും നന്ദി, നമസ്കാരം.